ചിലർ പറയും എൻ്റെ വീട്ടിൽ ഒരു എന്തോ ദോഷമുണ്ട്, ഞങ്ങളുടെ വീടിന് എന്തോ കുഴപ്പമുണ്ട്, വീടിനകത്ത് മന്ത്രങ്ങളുടെയോ തന്ത്രങ്ങളുടെയോ ഒക്കെ എന്തൊക്കെയോ ദോഷം കിടപ്പുണ്ട്, എത്ര കിട്ടിയാലും ഒന്നും തികയുന്നില്ല, എന്നും വഴക്ക, എന്നും അസ്വസ്ഥതയാ, ഈ വീടിനകത്തൊരു സമാധാനമില്ല, ഈ വീടിനകത്തൊരു സ്വസ്ഥതയില്ല എന്നൊക്കെ പറഞ്ഞ് വീടിനെ ഓർത്ത്, വീടിരിക്കുന്ന സ്ഥലത്തെ ഓർത്ത് പല ചിന്തകളോടും ആകുലതകളോടും കൂടെയൊക്കെ ഇരിക്കുന്നവരുണ്ടോ? പറ, സാവൂളിൻ്റെ മേൽ അന്ന് അയച്ച ആ വെളിച്ചം കർത്താവ് ഇന്ന് എൻ്റെ ഈ ഭവനത്തിൻ്റെ മേൽ അങ്ങ് അയക്കണമേ. എൻ്റെ ഭവനത്തിനകത്ത് വീടിൻ്റെ 4 മൂലയിലും ദൈവം അങ്ങയുടെ ആയുധങ്ങളിൽ ദൂതന്മാരെ നിർത്തി ആ വീടിൻ്റെ ഇരുട്ടിനെ മാറ്റണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളുടെ അകത്ത് ഇരിക്കുന്ന ഇരുട്ടിനെ മാറ്റണമേ. വ്യക്തികളിലുണ്ട് ഇരുട്ട്, വ്യക്തികളിലുണ്ട് തലതിരിഞ്ഞ ചിന്തകൾ. എന്തു നന്മ പറഞ്ഞാലും തിന്മയായിട്ടേ അവരെടുക്കത്തുള്ളൂ, ദോഷമായിട്ട് അവരെടുക്കത്തുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യത്തിന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കും, വഴക്കുണ്ടാക്കും, ദേഷ്യ സ്വഭാവം, മല്ലു സ്വഭാവം, വാശി, ദേഷ്യം, പക, പലതും മനസ്സിൽ ഇരുട്ടുപോലെ അടിഞ്ഞുകൂടിയ മനുഷ്യരുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവേ, സാവൂളിൻ്റെ മേൽ അയച്ച ആ ദിവ്യ വെളിച്ചത്തെ, ആ അത്ഭുത വെളിച്ചത്തെ, ആ മിന്നലൊളിയെ ഈ വചനത്തിലൂടെ എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ ജീവിത പങ്കാളിയുടെ മേൽ, എൻ്റെ മക്കളുടെ മേൽ അയക്കണമേ. ആ മിന്നലൊളി, ആ അത്ഭുത വെളിച്ചം, ഞാൻ പ്രാർത്ഥിക്കട്ടെ, ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന ഓരോ നിയോഗത്തിൻ്റെ മേൽ ഉണ്ടാകണമേ. ആ മിന്നലൊളി കർത്താവ് രോഗിയായി ആ അവസ്ഥയിലായിരിക്കുന്ന ആ വ്യക്തിയുടെ മേലന്ന് അയക്കണമേ. ആ മിന്നലൊളി ആ രോഗിയായിരിക്കുന്ന ആ അമ്മയുടെ മേൽ അയക്കണമേ. കർത്താവെ, പ്രശ്നത്തോടെ പ്രതിസന്ധിയിലായിരിക്കുന്ന, ബുദ്ധിമുട്ടിലായിരിക്കുന്ന ആ വ്യക്തിയുടെ മേൽ ഈ അത്ഭുത വെളിച്ചം ഇന്ന് തൊടാൻ ഇടയാകട്ടെ. ആ അത്ഭുത വെളിച്ചം ഇന്ന് നിങ്ങളെ തൊടാൻ ഇടയാകട്ടെ. ഈ വചനം ആരുടെയൊക്കെ ജീവിതങ്ങളിൽ എത്തുന്നോ, ആരൊക്കെ ഇത് കേൾക്കുന്നോ, ആരൊക്കെ ശ്രദ്ധിക്കുന്നോ, അവരുടെ മേൽ അനുഗ്രഹത്തിൻ്റെ ആ വെളിച്ചം ചെല്ലട്ടെ. അനുഗ്രഹത്തിൻ്റെ ആ വെളിച്ചം ഇന്ന് എന്നിലേക്ക് വരണം. പറഞ്ഞ് പ്രാർത്ഥിച്ച്, കർത്താവെ, സാവൂളിൻ്റെ മേൽ അങ്ങ് അയച്ച ആ വെളിച്ചം എൻ്റെ മേൽ അയക്കണമേ. സൗൾ ദമാസ്കസിലേക്കുള്ള യാത്രയിൽ ആ വെളിച്ചം വന്നപ്പോൾ താഴെ വീണു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി. കാലൊടിഞ്ഞെന്നോ കൈയൊടിഞ്ഞെന്നോ തല പൊട്ടിയെന്നോ പരിക്ക് പറ്റി കിടപ്പായെന്നോ അല്ല കേട്ടത്. സൗളിൻ്റെ ചിന്തകൾ മാറിയെന്നാണ്. മനസ്സ് മാറി, മനോഭാവം മാറി, ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. ഇതുപോലെ ദൈവത്തിൻ്റെ വചനം നിന്നെ തൊടുമ്പോൾ ചില തീരുമാനങ്ങൾ നീ എടുക്കാൻ തുടങ്ങും. ചിലതൊക്കെ വേണ്ടെന്നങ്ങ് വയ്ക്കും, ചില കാര്യങ്ങളെ ഉപേക്ഷിക്കും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കും. ചില കാര്യം ചെയ്യാൻ ദൈവം പറയും, ചില കാര്യം തീരുമാനിക്കാൻ പറയും. ചില തീരുമാനങ്ങൾ തെറ്റാണെന്ന്